എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഓണപരീക്ഷയുടെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ആൻസർ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഫസ്റ്റ് വീഡിയോ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് അത് കണ്ടതിന് ശേഷം ഈ ഭാഗം തുടർന്ന് കാണുക. 11ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ പ്രോഫിറ്റ്സും തന്നിട്ടുണ്ട്, ഇയറും തന്നിട്ടുണ്ട്. നമ്മളോട് ഗുഡ് വില്ല് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നതിനോടൊപ്പം ചെയ്തു പോകും. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇയറും പ്രോഫിറ്റും ആണ്. അപ്പോൾ നമ്മൾ ഇയർ എടുത്ത് എഴുതി, പ്രോഫിറ്റ് എടുത്ത് എഴുതി. അതിനുശേഷം നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് 1, 2, 3, 4, 5. അപ്പോൾ അത് താഴോട്ടേക്ക് എഴുതി. പിന്നെ നമുക്ക് കണ്ടുപിടിക്കുന്നത് പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് ഇൻറ്റു വെയിറ്റ് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരെ ഇപ്പോൾ 20,000 ഇൻറ്റു 5 = 1 lakh എന്നുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് വെയിറ്റിൻ്റെ ടോട്ടലും വേണം, പ്രൊഡക്റ്റിൻ്റെ ടോട്ടലും വേണം. അപ്പോൾ നമ്മളത് വെച്ചിട്ട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ഈ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ വെയ്റ്റിൻ്റെ ടോട്ടൽ. അപ്പോൾ നമുക്ക് 25,000 കിട്ടും. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 years പർച്ചേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് 25,000 കിട്ടി. 3 years പർച്ചേസ് ആണല്ലോ. അപ്പോൾ നമ്മൾ 3 × 25,000 = 75,000 ആൻസർ ലഭിക്കും. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കമ്പൽസറി ആയിട്ട് എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ നൽകാം. 13ാമത്തെയും 14ാമത്തെയും ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും ആൻസർ ഇതിന് ശേഷം നൽകുന്നതായിരിക്കും. ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ല് 5 മാർക്കിന് ചോദിച്ചേക്കണ കാരണം നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുൻഭാഗത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട്, മീനിങ് എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് അതൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. 15ഉം 16ഉം ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.